ഇനി നമുക്ക് എടുക്കാനുള്ളത് സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറയുന്ന കേസ്. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈ ഗ്രൂപ്പ് ഈസ് നമ്മളൊരു ഗ്രൂപ്പ് ജി എന്ന് പറയുന്നത് സൈക്ലിക് ഗ്രൂപ്പാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? ഇറ്റ് ഈസ് ജനറേറ്റഡ് ബൈ എ സിംഗിൾ എലമെൻറ്റ്. ഒരു സിംഗിൾ എലമെൻറ്റിൽ നിന്ന് ആ ഗ്രൂപ്പ് കംപ്ലീറ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പിലുള്ള ഒരു സിംഗിൾ എലമെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ടാവും. ആ സിംഗിൾ എലമെൻറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? അതിലുള്ള എൻറ്റയർ എലമെൻസിനെ ജനറേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. അങ്ങനെയുള്ള ഗ്രൂപ്പിനെയാണ് അങ്ങനെയുള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയണേ? സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ജസ്റ്റ് ഈ രീതിയിലാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ജി ഈസ് ഈക്വൽ ടു ഇങ്ങനെ ഒരു ആംഗുലാർ ബ്രാക്കറ്റ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജനറേറ്റ് ചെയ്യുന്ന എലമെൻറ്റിനാണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ജനറേറ്റഡ് എന്നുള്ളത്, നമുക്ക് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യണത് എന്നുള്ളത് നമുക്ക് അറിയണം. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അതേപോലെ എന്തുകൊണ്ടാണ് സൈക്ലിക് എന്ന് പറയുന്ന നെയിം നമ്മൾ കൊടുത്തതെന്നുള്ളതെന്ന് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ദി സൈക്ലിക് ഗ്രൂപ്പ്, നമുക്ക് എന്തിനാണ് സൈക്ലിക് ഗ്രൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ള കേസും കൂടി നമുക്ക് നോക്കണം. ഓക്കെ, സൈക്ലിക് ഗ്രൂപ്പ് എന്താണെന്നുള്ളത് നോക്കാൻ പോവാണ്. ഓക്കെ, ഗ്രൂപ്പിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസുകളുണ്ട്. നമുക്കതൊന്ന് റീകോൾ ചെയ്യാം. നമ്മൾ ഗ്രൂപ്പിൽ എപ്പോഴും ചെയ്യുന്ന രണ്ട് ഓപ്പറേഷനാണ് അഡീഷനും അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനും അല്ലേ. അഡീഷൻ്റെ സിമ്പിൾ നോർമൽ നമ്മൾ മാത്തമാറ്റിക്കൽ സിമ്പിൾ തന്നെ, പ്ലസ് അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്രോസ് മാർക്ക്. ഓക്കെ, ഇവിടെ ഐഡൻറ്റിറ്റി എലമെൻറ്റിൻ്റെ പ്ലസിൻ്റെ അല്ലെങ്കിൽ അഡീഷൻ്റെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറയുന്നത് 0 എന്നുള്ളത് നമുക്കറിയാം. അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് 1 ആണ് എന്നുള്ളതും നമുക്ക് അറിയുന്ന കേസാണ്. ഓക്കെ, ഡെഫിനീഷൻ ഓഫ് സൈക്ലിക് ഗ്രൂപ്പ്സ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഡെഫിനീഷൻ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ രണ്ട് ഓപ്പറേഷൻ, അതായത് പ്ലസ് ആൻഡ് സ്റ്റാർ, ഇത് രണ്ടും കൂടി വെച്ചിട്ടാണ് നമ്മൾ ഡെഫിനേഷൻ പറയാം. അല്ലെങ്കിൽ ഈ രണ്ട് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ടാണ് സൈക്ലിക് ഗ്രൂപ്പിൻ്റെ ഡെഫിനേഷൻ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു അസ്യൂം ചെയ്യുക, എച്ച് എന്ന് പറയുന്നത് ആദ്യം പ്ലസ് എന്നുള്ള ഓപ്പറേഷൻ വെച്ചിട്ട് പറയാം. അത് കഴിഞ്ഞ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള കേസ് പറയാം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് എടുത്തു, എച്ച് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എടുത്തു എന്ന് വിചാരിക്കുക. അവിടുത്തെ ഓപ്പറേഷൻ പ്ലസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി നമുക്കൊരു എലമെൻറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുക. വൈ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, വൈ ഈസ് എൻ എലമെൻറ്റ് ഓഫ് എച്ച് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഗ്രൂപ്പ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ വൈ എന്ന് പറയുന്ന എലമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പിനെ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. സ്മോളസ്റ്റ് സബ് ഗ്രൂപ്പ് ഓഫ് എച്ച് കണ്ടെയ്നിങ് വൈ, കാരണം വൈ എന്ന് പറയുന്നത് അതിലുള്ള ഒരു എലമെന്റ് ആയതുകൊണ്ട് തന്നെ. ഇനി ഏതൊരു ഗ്രൂപ്പിലും നമുക്ക് ആ സെയിം എലമെന്റ് എന്തായാലും ഉണ്ടാവും, നമുക്ക് തന്നിരിക്കുന്ന എലമെന്റ് എന്തായാലും ഉണ്ടാവും. ഇനി അതിൻ്റെ നെഗറ്റീവ് വാല്യൂസും ഉണ്ടായിരിക്കും. ആ തന്നിരിക്കുന്ന വാല്യൂ, അതിൻ്റെ നെഗറ്റീവ് വാല്യൂ, അതിൻ്റെ ഐഡന്റിറ്റി എലമെന്റ്, ഇത്രയും കാര്യങ്ങൾ ഏത് ഗ്രൂപ്പാണെന്നുണ്ടെങ്കിലും അതിലുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ പ്ലസ് ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ എലമെന്റ്, ഇപ്പം നമുക്ക് നോക്കാം, ഇവിടെ വൈ എന്ന് പറയുന്ന എലമെന്റ് ഇവിടെ പ്രസന്റ് ആണ്. ഈ വൈൻ്റെ നെഗറ്റീവ് വൈ നമുക്ക് പ്രസന്റ് ആണ്. അതേപോലെ പ്ലസ് ആണ് ഓപ്പറേഷൻ, അതുകൊണ്ട് അതിൻ്റെ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഈ 3 എലമെന്റ്സും നമുക്ക് എന്ത് ചെയ്യാം? ഈ വൈയിൽ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇത് 1y ആണ്, ഇതിൻ്റെ വൈൻ്റെ മൾട്ടിപ്ലിക്കേഷൻസും, അതായത് 1y 2y 3y അങ്ങനെയുള്ള കോമ്പിനേഷനുകളും നമുക്ക് ഇതിൽ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്യാം. സോ 2y 3y എക്സെട്ര അങ്ങനെയുള്ള എലമെൻസുകളും ഈ y എന്ന് പറയുന്ന എലമെൻറ്റ് നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി 2y 3y അങ്ങനെ പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്തും കൂടി പ്രസൻ്റ് ആയിരിക്കും? നെഗറ്റീവ് വാല്യൂസും കൂടി പ്രസൻ്റ് ആയിരിക്കും. അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് എലമെൻസിനെ ഇതിൽ നിന്ന് എന്ത് ചെയ്യാം? ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു സിംഗിൾ എലമെൻറ്റിൽ നിന്ന് നമുക്ക് തന്നിട്ടുള്ള ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ട് ഒരു എൻറ്റയർ ഗ്രൂപ്പിനെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് സൈക്ലിക് ഗ്രൂപ്പ്. ഇഫ് എച്ച് ക്യാൻ ബി ജനറേറ്റഡ് ബൈ ആൻ എലമെൻറ്റ് വൈ, ദെൻ we can say that H is a cyclic group. H എന്ന് പറയുന്നത് സൈക്ലിക് ഗ്രൂപ്പ് ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ,
ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് എങ്ങനെ സൈക്ലിക് ഗ്രൂപ്പിനെ പറയാൻ നോക്കാം. ഡെഫിനേഷൻ ഓഫ് സൈക്ലിക് ഗ്രൂപ്പ് വിത്ത് ദി ഗ്രൂപ്പ് ജി ആൻഡ് വിത്ത് ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം, ഒരു എലമെൻറ്റിനെ സെലക്ട് ചെയ്യാണ്. ഏതിലുള്ള എലമെൻറ്റ്? ഗ്രൂപ്പിലുള്ള ഒരു എലമെൻറ്റ്. ഓക്കെ, ദെൻ ആ എലമെൻറ്റിലുള്ള ഏറ്റവും സ്മോളസ്റ്റ് എലമെൻ്റ് ആയിരിക്കും ആ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന എലമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട്സ് ദ സ്മോളസ്റ്റ് സബ് ഗ്രൂപ്പ് ഓഫ് ജി ദാറ്റ് കണ്ടെയ്ൻസ് എക്സ്. ഇനി എന്തായാലും ഇപ്പോൾ നമ്മളൊരു എലമെൻറ്റ്, ആ ഗ്രൂപ്പിൽ നിന്ന് നമ്മളൊരു എലമെൻറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ആ ഗ്രൂപ്പിലെ മെമ്പർ ആയിരിക്കും അല്ലേ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് അതിലെ മെമ്പറാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഇൻവേഴ്സും, എക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് അതിൻ്റെ ഇൻവേഴ്സും അവിടെ അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ അവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റും നമുക്ക് ആ ഗ്രൂപ്പിൽ എലമെൻ്റായിട്ട് ട്രീറ്റ് ചെയ്യാം. ഇനി ഇത്രയും എലമെൻറ്റ്, എക്സ് ഉണ്ട്, എക്സ് ഇൻവേഴ്സ് ഉണ്ട്, 1 ഉണ്ട്. ഇത്രയും എലമെൻറ്റ്സ് നമ്മൾ എന്തിൽ നിന്ന് ജനറേറ്റ് ചെയ്തു? നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന എക്സിൽ നിന്ന് ജനറേറ്റ് ചെയ്തു. ഇനി എക്സിൻ്റെ പവറുകളും, പവേഴ്സ് ഓഫ് എക്സ് ഈസ് ആൾസോ ദി എലമെൻറ്റ് ഓഫ് ദ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ്, എക്സ് 4 എന്ന് പറയുന്ന എക്സെട്ര എന്ന് പറയുന്നതും ആ ഗ്രൂപ്പിൽ എലമെൻ്റ് ആയിരിക്കും. ഈ എക്സ് സ്ക്വയറും എക്സ് 3ഉം എക്സ് 4ഉം പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഇൻവേഴ്സും ആ ഗ്രൂപ്പിൽ പ്രസൻ്റ് ആയിരിക്കും. സോ വി ഹാവ് ടു ജനറേറ്റ് ദ ഗ്രൂപ്പ് ബൈ യൂസിങ് ദി എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്കതിനെ ജനറേറ്റ് ചെയ്യാം. സോ എക്സ് എന്ന് പറയുന്നത് എന്താണ്? സൈക്ലിക് ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ഗ്രൂപ്പാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇഫ് ജി ദെൻ ഈ ഒരു എക്സ് ആണെന്നുണ്ടെങ്കിൽ ഫോർ സം എല്ലാ കേസിലും ഇറ്റ് ഈസ് എ സൈക്ലിക് ഗ്രൂപ്പ് എന്ന് നമുക്ക് പറയാം. ഇഫ് ജി കണ്ടെയ്ൻസ് an element എക്സ് സച്ച് ദാറ്റ് ജി ഈക്വൽസ് ടു ദി ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എക്സ്. എക്സ് യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പായിട്ട് നമുക്കിതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് എ സൈക്ലിക് ഗ്രൂപ്പ്. അപ്പോൾ സൈക്ലിക് ഗ്രൂപ്പ് വിത്ത് മൾട്ടിപ്ലിക്കേഷനും സൈക്ലിക് ഗ്രൂപ്പ് വിത്ത് അഡീഷനുമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ നോക്കാം, ഒരു ഗ്രൂപ്പ് നമുക്ക് തന്നിട്ടുണ്ട്, സെഡ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. സെഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റീജേഴ്സിൻ്റെ ഗ്രൂപ്പാണ് അല്ലേ. അണ്ടർ ദി ഓപ്പറേഷൻ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേഷൻ. ഓക്കെ, നമ്മളിവിടെ ഒരു എലമെൻറ്റിനെ സെലക്ട് ചെയ്തു. സെഡ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന എലമെൻറ്റിനെ സെലക്ട് ചെയ്തു. അപ്പോൾ 1 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ അതിൽ എന്തായാലും പ്രസൻ്റ് ആയിരിക്കും? 1 പ്രസൻ്റ് ആയിരിക്കും. അഡീഷൻ ആയതുകൊണ്ട് തന്നെ -1 പ്രസൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഇതിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ്, അഡീഷൻ്റെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് 0. ഇത്രയും എലമെൻറ്റ്സ് 1, -1, 0 ഈസ് പ്രസൻറ്റ് ആയിരിക്കും അല്ലേ. ഇനി അതേപോലെ തന്നെ എന്തുകൂടി പ്രസൻ്റ് ആയിരിക്കും അഡീഷൻ ആവുന്ന സമയത്ത്? 2y അല്ലേ, നമ്മൾ പറഞ്ഞു 2y, 3y, 4y എന്ന് പറയുന്നത് പ്രസൻ്റ് ആണ് എന്ന് പറഞ്ഞു. സോ y എന്ന് പറയുന്നത് 1 ആണ്. 2 × 1 2, 3, 4 അങ്ങനെ ഉള്ള എലമെൻറ്റ്സ്, സെഡിലുള്ള എല്ലാ എലമെൻറ്റ്സും നമുക്കതിൽ പ്രസൻ്റ് ആയിരിക്കും. ഇനി അതോടൊപ്പം തന്നെ സെഡിൽ 1, 2, 3, 4 പ്രസൻ്റ് ആണെങ്കിൽ ഈ 1, 2, 3, 4ൻ്റെ നെഗറ്റീവ് വാല്യൂസും ഇതിൽ പ്രസൻ്റ് ആയിരിക്കും. സോ സെഡ് ഈസ് എ സൈക്ലിക് ഗ്രൂപ്പ് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ നമ്മൾ കണ്ടത് ഇൻറ്റീജേഴ്സിനെ ജനറേറ്റ് ചെയ്യുന്ന കേസാണ് നമ്മൾ കണ്ടത് അല്ലേ. ഇൻറ്റീജേഴ്സിന് 1 എന്ന് പറയുന്ന വാല്യൂസ് വെച്ചിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ നമ്മൾ കണ്ടത് അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് ഗോയിങ് ടു ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പായിട്ടാണ് പോകുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് അല്ലേ. ഇവിടെ നോക്കുക, 0, 1, -1, 2, 3, 4 അങ്ങനെ പോയി n+1, n+2 അങ്ങനെ അതൊരു ഇൻഫിനിറ്റ് ലൂപ്പ്. ഇനി നെഗറ്റീവ് സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും ദാറ്റ് ഈസ് ആൾസോ ദി ഇൻഫിനിറ്റ് ഗ്രൂപ്പായിട്ടാണ്, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് എന്താണെന്നുള്ളത് നോക്കാം. ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് G is equal to integers mod n under addition. Integers mod n under addition. ഈ രീതിയിലാണ് ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് വരുന്നത്. ഇതിലെന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിത്തിൻ ദ ലിമിറ്റിൽ തന്നെ ആ എലമെൻറ്റ്സ് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കാം, ഇവിടുത്തെ എലമെൻറ്റ്സ് 0, 1, 2 അങ്ങനെ n-1 വരെയുള്ള എലമെൻറ്റ്സ് ആണ് നമ്മൾ സൈക്ലിക് ഗ്രൂപ്പിലുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് G ഈസ് സൈക്ലിക് വിത്ത് 1 വെച്ചിട്ട് സൈക്ലിക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് വരിക എന്ന് നോക്കാം. അതിൻ്റെ മുന്നേ
n എന്ന് പറയുന്നത് ഈക്വലന്റ് ടു 0 മോഡ് n ആയിരിക്കും, അല്ലെങ്കിൽ n ഈസ് കൺഗ്രന്റ് ടു 0 മോഡ് n എന്നുള്ള കേസാണ് വരിക. n+1 ഈസ് ഈക്വലന്റ് ടു 1 മോഡ് n. അങ്ങനെ n+2 എന്ന് പറയുന്നത് 2 മോഡ്. അങ്ങനെ ഇത് ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്നതിന് പകരം നമുക്ക് ഒരു സ്റ്റോപ്പ് വരണം, അല്ലേ? സ്റ്റോപ്പ് എവിടെ മുതലാണ് വരേണ്ടത്? ഇവിടെ നോക്കുക, നമ്മൾ നോർമലി ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് പോകുന്നു, വീണ്ടും n വരുന്നു, n+1 n+2 അങ്ങനെ പോവുകയാണ് ചെയ്യുക ഇൻഫിനിറ്റ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ n വരെ എന്ത് വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ n-1 വരെയുള്ള എലമെന്റ്സ് നമുക്ക് വരാൻ പാടുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പോകാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പിൽ n ഈസ് ഈക്വൽ ടു 0 മോഡ് n, n+1 ഈസ് ഈക്വൽ ടു 1 മോഡ് n, അങ്ങനെ 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 പോകണു. ഇനി മൈനസ് സൈഡിലാണെന്നുണ്ടെങ്കിൽ n-1 ഈസ് ഈക്വൽ ടു n-1 മോഡ് n, ഈ രീതിയിലായിരിക്കും -1ന്റെ ഈക്വലൻസ് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ n ഈസ് ഈക്വൽ ടു 0 മോഡ് 1 എന്നുള്ള രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി എന്ത് കിട്ടും? നമ്മൾ സാധാ ചെയ്യുന്ന പോലെ 1 ആണ് നമ്മളെടുത്ത എലമെന്റ് എന്നുണ്ടെങ്കിൽ 1 ഉണ്ടായിരിക്കും, -1 ഉണ്ടായിരിക്കും, 0 ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി -1നെ നമ്മൾ എങ്ങനെ എഴുതാന്ന് പറഞ്ഞു? n-1 n-2 ആ രീതിയിൽ എഴുതാൻ കഴിയുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ കഴിയും. അതായത് ഈ ഒരു ഓപ്പറേഷൻ നമ്മൾ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ n എത്തിക്കഴിഞ്ഞാൽ അതെന്താവും? വീണ്ടും നമ്മൾ n-ന് ഏത് പ്രോസസ്സാണ് കൊടുക്കുക? n ഈസ് ഈക്വൽ ടു 0 മോഡ് 1 എന്നുള്ള ആ ഒരു കേസ് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അതെന്തായിട്ട് n എന്നുള്ളത് വീണ്ടും 0 ആയിട്ട് വരും, n+1 എന്ന് പറയുന്നത് 1 ആയിട്ട് വരും. അങ്ങനെ ഈ എലമെന്റ്സ് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതോടുകൂടി നമുക്ക് തന്നിട്ടുള്ള എലമെന്റ്സിന്റെ സെറ്റിൽ തന്നെ അത് ഇൻക്ലൂഡഡ് ആയിട്ട് വരും. അതിൽ കൂടുതലായിട്ട് അങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് പോവില്ല. ദാറ്റ് ഈസ് ഫൈനൈറ്റ് ഗ്രൂപ്പ് ആയിട്ട് പോകും. ദിസ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ്. ഇതിനെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അതേ എലമെന്റ്സിൽ തന്നെ ആ സെറ്റിലുള്ള എലമെന്റ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് അതിനെ പറയുന്ന പേരാണ് ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സൈക്ലിക് ഗ്രൂപ്പ് നമ്മൾ ശരിക്കും രണ്ട് തരത്തിൽ സൈക്ലിക് ഗ്രൂപ്പ് ഉണ്ട്, ഇൻഫൈനൈറ്റ് ആൻഡ് ഫൈനൈറ്റ്. ഇൻഫൈനൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റീജേഴ്സ് വിത്ത് പ്ലസ് ഓപ്പറേറ്റർ ഈസ് എ സൈക്ലിക് ഗ്രൂപ്പ്, ആൻഡ് ഫൈനൈറ്റ് ആണെന്നുണ്ടെങ്കിൽ z ബാർ n(z) എന്ന് പറഞ്ഞാൽ n(z) എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ 2z 3z 4z ആ ഫൈനൈറ്റ് വാല്യൂസ് ആയിരിക്കും അതിൻ്റെ എൻഡായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സൈക്ലിക് ഗ്രൂപ്പിൽ വരുന്നത്. അതോടൊപ്പം തന്നെ ട്രിവിയൽ ഗ്രൂപ്പായിട്ട് വരുന്നുണ്ട്. ട്രിവിയൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്കറിയാം. എന്തായിരുന്നു ഇ എന്ന് പറയുന്നത്? ഐഡന്റിറ്റി എലമെന്റ് ആയിട്ടുള്ള ഇയും സൈക്ലിക് ഗ്രൂപ്പായിട്ട് നമുക്ക് പറയാൻ കഴിയും. നമ്മൾ എന്തിനാണ് ഈ സൈക്ലിക് ഗ്രൂപ്പ് എന്നുള്ളത് പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫണ്ടമെന്റൽ തിയറംസ് ഓഫ് ദ ഫൈനൈറ്റ്ലി ജനറേറ്റഡ് അബിലിയൻ ഗ്രൂപ്പ്സിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ സൈക്ലിക് ഗ്രൂപ്പ് ഈസ് ദി ഫണ്ടമെന്റൽ ബിൽഡിംഗ് ഗ്രൂപ്പ്സ് ഓഫ് ദി അബിലിയൻ ഗ്രൂപ്പ്. അബിലിയൻ ഗ്രൂപ്പ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ടാണ് നമ്മൾ ഈ സൈക്ലിക് ഗ്രൂപ്പിനെ യൂസ് ചെയ്യുന്നത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് തിയറംസ് പ്രൂഫ് ചെയ്യാനുണ്ട്. അത് ഓരോന്നും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് നോക്കാം. ഓക്കെ.